അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എൻ്റെ മകള് ഉണ്ടാക്കിയ ചില ക്രാഫ്റ്റുകൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മകള് വരച്ച ഒരു ചിത്രം കാണിക്കാൻ വേണ്ടിയാണ്. ആ ചിത്രം വരച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ബാപ്പ ഞാൻ വരച്ച ചിത്രമെന്ന്. അത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. കാരണം അത്രയും ഭംഗിയായിട്ടാണ് വരച്ചിട്ടുള്ളത്. പിന്നെയാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ള ക്യാപ്ഷൻ, അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള വരികളിലേക്ക് ശ്രദ്ധിച്ചത്. അത് പെൻസിൽ കൊണ്ട് എഴുതിയത് കൊണ്ട് ആദ്യമായിട്ട് എനിക്കത് വായിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സൂക്ഷിച്ച് വായിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ ഏതായാലും നിങ്ങൾക്ക് ആ ചിത്രവും അതിലെഴുതിയിരിക്കുന്ന വരികളും നിങ്ങൾക്ക് കാണിച്ചു തരാം. പരിശുദ്ധമായ കഅബയുടെയും പരിശുദ്ധമായ റൗള ഷെരീഫിൻ്റെയും ചിത്രമാണ് മകൾ വരച്ചത്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളതും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ചിത്രം. പരിശുദ്ധമായ കഅബയുടെയും പരിശുദ്ധമായ റൗള ഷെരീഫിൻ്റെയും ചിത്രമാണ്. ആ ചിത്രത്തിൽ 3 ആളുകളുടെ കൈ, അതിൽ ഞങ്ങളുടെ 3 ആളുകളുടെ പേര് കാണുന്നുണ്ടല്ലോ ആ കഅബയുടെ അടുത്ത്. ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ വല്ലാതെ സന്തോഷിച്ചു. കാരണം അത്രയും ഭംഗിയായിട്ടാണ് വരച്ചിട്ടുള്ളത്. പിന്നെയാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ള എഴുത്തിലേക്ക് ശ്രദ്ധിച്ചത്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് മൈ ബിഗസ്റ്റ് ഡ്രീം, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നാണ് എഴുതിയിട്ടുള്ളത്. വൺ ഡേ, ഒരു ദിവസം ഇൻഷാ അള്ളാഹ് എന്നും കൂടി അതിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ആ ഇംഗ്ലീഷ് അക്ഷരങ്ങളിലേക്ക് ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ, ഐ നീഡ് ടു ഗോ ആൻഡ് എക്സ്പീരിയൻസ് ദിസ് 2 ബ്യൂട്ടിഫുൾ പ്ലേസസ് ഓഫ് വേൾഡ് വിത്ത് മൈ ഫേവറേറ്റ് പേഴ്സൺസ്, മേ അള്ളാഹ് ഗീവ് ദ ഓപ്പർച്യൂണിറ്റി. എന്തൊരു വാക്കാണല്ലേ! ലോകത്ത് തന്നെ ഏറ്റവും സുന്ദരമായ ഈ 2 സ്ഥലങ്ങളിലേക്ക് എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര ചെയ്യണം. അതിനുള്ള ഭാഗ്യം അള്ളാഹുവേ നീ നൽകണേന്ന്. ഇനി അതിൻ്റെ നേരെ ഇപ്പുറത്ത് റൗളയുടെ മുകളിൽ എഴുതിയിട്ടുള്ളത്, ആൻഡ് ദീസ് 2 പ്ലേസസ് ഐ നീഡ് ടു ഗോ ബിഫോർ ഐ ഡൈ. അതായത് എൻ്റെ മരണത്തിന് മുമ്പ് ഈ 2 സ്ഥലങ്ങളിലേക്കും എനിക്ക് പോകണമെന്ന്. ആ വരികളിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. കാരണം ചെറിയ 12-13 വയസ്സുള്ള മകള് ഇത്രത്തോളം എഴുതണമെങ്കിൽ ആ മനസ്സിൽ എത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ കഅബയെയും സ്നേഹിക്കുന്നുണ്ടാകും. അത്രയൊന്നും സ്നേഹിക്കാനോ അത്രയൊന്നും സ്നേഹം പ്രകടിപ്പിക്കാനോ നമുക്കൊന്നും കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം വേറെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മകൾ അതിൽ എഴുതിയതുപോലെ നമ്മെ കുടുംബസമേതം അല്ലാഹു തആല ആ പരിശുദ്ധമായ മക്കയും മദീനയും കഅബ ഷരീഫും റൗള ഷരീഫും കാണിക്കാതെ നമ്മെ ആരെയും മരിപ്പിക്കാതിരിക്കട്ടെ. അവസാനം നമ്മൾ മരിക്കുന്ന സമയത്ത് ഒന്നിരിക്കലോ ആ റൗള ഷരീഫിൻ്റെ ചാരത്ത്, മദീന മുനവ്വറയുടെ ചാരത്ത്, ജന്നത്തുൽ ബഖീൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.